എന്നത് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രക്ഷോഭമാണ് ജന്തർ മന്ദർ ഡൽഹിയിലുണ്ടായത്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നീറ്റ് UG പരീക്ഷ നടത്തിയപ്പോൾ അതിലുണ്ടായ ക്രമക്കേടുകളാണ്. അതായത് പരീക്ഷ പേപ്പർ ചോരുന്നു, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ഇത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾ കിട്ടുന്നു, അവരത് വെച്ചിട്ട് കോപ്പി അടിച്ചിട്ട് പരീക്ഷ എഴുതുന്നു, ജയിക്കുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നാലും, അതായത് പരീക്ഷാ ക്രമക്കേടും പരീക്ഷ നടത്തിപ്പിന്റെ ക്രമക്കേടും പിന്നെ ചോദ്യപേപ്പർ ചോർച്ചയും, ഇത് രണ്ടാണ് എൻ്റെ പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇത്രയും പ്രക്ഷോഭങ്ങൾ പിന്നെ വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ കാരണം. അതായത് മാസങ്ങളും ദിവസങ്ങളും ഒക്കെ ഉറക്കുവിളച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവര് പരീക്ഷ ജയിച്ചിട്ട് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി നോക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് പേര് ഇങ്ങനെ കുറച്ച് കാശ് കൊടുത്തിട്ട് ടെലിഗ്രാം ചാനലിലൂടെ കാണുകയെന്ന് പറഞ്ഞാൽ എന്നിട്ട് പരീക്ഷ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ തുടങ്ങിയാലും പണ്ടും ഉണ്ട്. അതായത് ഞാനൊക്കെ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്, LDCയുടെ ഒരു പരീക്ഷ ഞാൻ എഴുതിയപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അവിടെ ഇൻവിജിലേറ്റർ ലാസ്റ്റ് ഉത്തരം പറഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് ഇടുക്കി ഭാഗത്താണ്. അപ്പം അത് ചോദ്യം ചെയ്യാൻ പോയിപ്പിക്കേണ്ട ആളൊക്കെ വിട്ടുപോയി. അന്നത്തെ സാഹചര്യത്തിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ടായിരുന്നു. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വാട്സാപ്പും എല്ലാം അടുത്തുള്ള കാരണം എന്ത് സംഭവം ഉണ്ടെങ്കിലും അപ്പം തന്നെ ലോകം അറിയുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ഇന്റർനെറ്റ് അത്രയും വ്യാപകമായി. പിന്നെ പിള്ളേർക്ക് റെസ്പോൺസ് ഫാക്ടർ കൂടുതലാണ്. നമുക്കും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് എവിടെ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ലാണ്ട് പോയി. പക്ഷെ ഈ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഈ ക്രമക്കേട് നടന്നു കഴിഞ്ഞപ്പോൾ മുൻപ് ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാള്, അതിൽ ഉണ്ടായിരുന്ന ഒരാള് അഭിജിത്ത് ദിബിക്കെ എന്ന് പറഞ്ഞ ഒരാള് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കി. അതിന് പിന്നിൽ കോക്രോച്ചിന് പേര് വരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ സമയത്ത് ഒരു പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ചില വിദ്യാർത്ഥികളെ പറ്റി. അതായത് അവര് പാരസൈറ്റ്സ് ആണ്, കോക്രോച്ച് ആണെന്ന് പറഞ്ഞ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് ഈ ഫ്രോഡ് കാണിക്കുന്ന ആളുകളെ, വിദ്യാർത്ഥികളെ കാശ് കൊടുത്ത് പരീക്ഷ പാസ്സാവാണ്ട് ഡിഗ്രി കള്ളർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് കോക്രോച്ച് എന്ന പാർട്ടി ഈ അഭിജിത്ത് ദിബിക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് മാറ്റണം, ഒന്ന് തച്ചുടച്ച് വാർക്കണം, പരീക്ഷ സമ്പ്രദായം കുറച്ചുകൂടി കുറ്റമറ്റതാക്കണം എന്നുള്ളൊരു സമ്പ്രദായം തന്നെയാണ്. കാരണം പല സ്ഥലത്തും ഈ അധ്യാപകർ, അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന അധ്യാപകർ തന്നെ ബാക്കിയുള്ള ഏജൻസി അല്ലെങ്കിൽ ട്യൂഷൻ സെന്റേഴ്സിനൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു വലിയ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു പ്രത്യേക ഏജൻസിയിലുള്ള ആളുകൾക്ക് കുട്ടികൾക്ക് മാത്രം കൂടുതൽ കാശ് ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ കൂടുതൽ കാശല്ല പരീക്ഷ ജയിക്കാവുന്ന ഒരു സന്ദർഭം ഒരുക്കുക. അപ്പൊ ബാക്കി പഠിച്ചു പോകുന്ന പിള്ളേരൊക്കെ മണ്ടന്മാരാവുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ കുറെ കാലമായിട്ട് നമുക്ക് പലയിടത്ത് അറിയാം, കേട്ടിട്ടുണ്ട്, പേപ്പറിൽ ലാസം കേൾക്കുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ഇതിന് വ്യാപകമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. അതാണ് ഇപ്പോൾ ജന്തർ മന്ദിൽ കണ്ടത്. ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിരാഹാരം തുടങ്ങി. ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും നിരാഹാരത്തിലാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ നിരാഹാരത്തിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ഭാര്യനെ അദ്ദേഹത്തെ പോയി കാണാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ പലരും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസ് ഇന്നലെ നടന്ന പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ട് അവരും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർലമെന്റ് മാർച്ച് നടത്തി. അതാണ് ഇന്നലെ ജന്തർ മന്ദിർ കണ്ടത്. പാർലമെന്റ് മാർച്ച് നടത്തിയിട്ട് അവരെ പോലീസ് തടഞ്ഞു. പക്ഷെ അവര് 5000 പേര് വരുന്ന പ്രദേശ സ്ഥലത്ത് 10,000-ൽ കൂടുതൽ ആൾക്കാർ ഇരുന്നതാണ്. അപ്പോൾ അത് ഡൽഹിയിൽ, പിന്നെ ബോംബെ, ബാക്കി എല്ലാ സ്ഥലങ്ങളും, ബാംഗ്ലൂർ, ഇവിടെയൊക്കെ ഇവരുടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതായത് കോക്രോച്ച് പാർട്ടി എന്ന് പേരിട്ടെങ്കിലും ഈ പാർട്ടികൾ അത്ര ചെറിയ ആൾക്കാരല്ല. ഇതേപോലത്തെ ഒരു പ്രക്ഷോഭമാണ് നേപ്പാളിലും ഉണ്ടായിരുന്നത്. നേപ്പാളിൽ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ സന്ദർശിക്കാൻ പോയിട്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ചെന്ന സമയത്ത് അവിടെ റോഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ ജൻസി പിള്ളേർ ഇങ്ങനെ ഉച്ചത്തിൽ ബഹളം വെച്ചിട്ട് സമരം ജനകയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതവിടെ സ്ഥിരം ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഓർത്ത് അത് അത്ര കത്തിപ്പെടുന്ന ഓർത്തില്ല. അവിടുത്തെ പ്രശ്നം വേറെ ആയിരുന്നു. അവിടുത്തെ ഗവൺമെന്റിന്റെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. ഇന്റർനെറ്റ് തടസ്സപ്പെടുത്തിയെന്ന് ഒറ്റ കാരണം, അതൊരു വലിയ കാരണമായിരുന്നു. അത് ജൻസി പിള്ളേർക്ക് പിന്നെ ഇന്റർനെറ്റിൽ ശരിയാവില്ല. അപ്പോൾ ജൻസിക്കൽ ആർക്കും. അപ്പോൾ അതിൽ കൺട്രോൾ വന്നതും പിന്നെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന കറപ്ഷനെ കൂടിയിട്ടാണ് അവര് പ്രക്ഷോഭം നടത്തിയത്. പക്ഷെ അത് അവര് വിജയം കണ്ടു. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അദ്ദേഹം പഠിച്ചത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ അതേപോലത്തെ ഒരു രീതിയിലുള്ള അല്ലെങ്കിലും ഇതില് ഇവർ ആവശ്യപ്പെടുന്നത് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അതായത് ഇതൊക്കെ നോക്കി നടത്താൻ നിയോഗിക്കപ്പെട്ട, ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ട ഒരു മന്ത്രി ഒരു ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറുന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 2,
എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് ഉടച്ചു വാർക്കണം, പിന്നെ പരീക്ഷ സമ്പ്രദായം കുറ്റമറ്റതാക്കണം. അതിൽ ന്യായമായ കാര്യങ്ങളുണ്ട്. കാരണം പഠിക്കുന്ന പിള്ളേരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേറൊരു വഴിയില്ല. ഇത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് വേണം ജോലി കിട്ടാൻ. അത് നമുക്ക് വേണമെങ്കിൽ മെറിറ്റ് കിട്ടുന്ന ആൾക്കാരെ മാത്രം നോക്കിയാലും മതി. റിസർവേഷനും ആ സംഭവങ്ങളൊക്കെ ഒന്ന് മാറിയിക്കട്ടെ. പക്ഷേ ഈ മെറിറ്റ് കിട്ടുന്ന ആളുകൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം പരീക്ഷ മാറ്റി വയ്ക്കുന്നു, കുറച്ച് പേർ ആത്മഹത്യ ചെയ്യുന്നു, അപ്പോൾ കുറേ പേർക്ക് ധനനഷ്ടം ഉണ്ടാകുന്നു. പിന്നെ കറക്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, ഇത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അപ്പുറത്ത് കയറണം. അങ്ങനെ ഇതൊക്കെ ഇവർ കാരണം ഇതിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത വിദ്യാർത്ഥികൾ അനുഭവിക്കുകയാണ്. അതിൽ ന്യായമായ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് മനസ്സിലാക്കാണ്ട് അവർക്കെതിരെ പ്രൊട്ടസ്റ്റിന് പോകുമ്പോഴാണ് ഈ പ്രശ്നം തന്നെ. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് നോക്കാമെന്ന് പറയേണ്ടത്, പക്ഷേ ഈ ഗവൺമെന്റ് നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ചില അപ്രൈസിങ്സ് കറക്റ്റ് സമയത്ത് നിർത്തിയില്ലെങ്കിൽ അവസാനം മൂടോടെ കൊണ്ടുപോകുന്നുള്ളത് നേപ്പാൾ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഉദാഹരണം. നേപ്പാളിൽ സംഗതി വേറെ ആയിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന രീതി തുടങ്ങിയതാണ്. നേപ്പാളിൽ തുടങ്ങിയതും ഇന്റർനെറ്റിന്റെ ഒരു പ്രശ്നം വേണം തുടങ്ങിയിട്ട് അവസാനം പിന്നെ ഗവൺമെന്റ് മൊത്തം മാറ്റണമെന്ന് പറഞ്ഞ് അവർ മാറ്റിച്ചു. അപ്പോൾ അതിന്റെ ഒരു റിപ്രിക്കഷൻ അല്ലെങ്കിൽ അതും ജെൻസി പിള്ളേരാണെന്ന് നോക്കാം. ഇതും ജെൻസി പിള്ളേർ തന്നെയാണ്. ജെൻസി പിള്ളേരെ മാത്രമൊന്നുമല്ല, കാരണം അത് ഇപ്പോൾ അവർക്ക് ഈ സമയത്ത് ഇന്റർനെറ്റ് എന്നുള്ള ഒരു വലിയൊരു സംഭവം പ്ലാറ്റ്ഫോം ഉള്ള കാരണം ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു എനിബഡി അറ്റ് എനി ടൈം എനിവെയർ എന്നുള്ള രീതിയിലുള്ള കാരണം മാത്രമാണ് നമുക്ക് നമ്മുടെ തലമുറകളിലും റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്ലാറ്റ്ഫോമുകൾ കുറവായിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു ഇത്. എനിവേ റെസ്പോൺസ് എപ്പോഴും നല്ലതാണ്. ഇതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നായിട്ട് വരുവാണെങ്കിൽ എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ പരീക്ഷ സമ്പ്രദായം നല്ലതല്ലെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ പല പരീക്ഷ എഴുതുമ്പോഴും ഇങ്ങനത്തെ ഇൻവിജിലേറ്റർമാർ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ജയിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മിക്ക സ്ഥാപനങ്ങളിലും ഉണ്ടാവും. ചിലപ്പോൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എന്തൊക്കെ നമുക്ക് അറിയാൻ പാടില്ല തന്നെ പല റീസൺസ് വെച്ചിട്ട് തന്നെ സ്വന്തം മക്കളെ ജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പല സിസ്റ്റം നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ടാവാം. അപ്പം ഇത് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്ന ശരിയായ ഒരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ സമ്പ്രദായം വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ച് ഉടച്ചു വാർക്കണം, പരീക്ഷ കുറ്റമറ്റതാക്കണം, എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ പോകണം, നന്നായിട്ട് തന്നെ പോകണം. അതിന് അവർ പറയുന്നതിൽ ആ ഒരു കാര്യത്തോട് 100% സപ്പോർട്ട് തന്നെയാണ്. കാരണം ഗവൺമെന്റിന് ഇത് ഡിലേ വെക്കരുതായിരുന്നു. നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം പ്രക്ഷോഭം അവർക്ക് ജന്തർമന്ദറിൽ നേരിടേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ ഇത് ഇനിയും അഡ്രസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള BJPക്ക് ബദലായിട്ട് തുടങ്ങിയതാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പേര് പോലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയത് അവസാനം ഇതൊരു സീരിയസ് പാർട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. അപ്പം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവമായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇവർ കറക്റ്റ് സമയത്ത് ഒരു റിയാക്ഷൻ കൊടുത്തില്ലെങ്കിൽ, ഗവൺമെന്റ് അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങാൻ ഒരു ചാൻസ് ഉണ്ട്.